നിലവിൽ LDC എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പാലക്കാട്, ആലപ്പുഴ LD റീസെൻ്റ്ലി കഴിഞ്ഞു. സോ അതിൻ്റെ ഫൈനൽ കീ വന്നിട്ടില്ല, പ്രൊഫഷണൽ മാത്രമേ വന്നിട്ടുള്ളൂ. പ്രൊഫഷണൽ വന്ന സമയത്ത് കുറച്ച് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഫൈനൽ കീയിൽ എന്താവും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ആശങ്കയിലാണ്. സോ അതുകൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മേ ബി ചേഞ്ച് ആവാനുള്ള സാധ്യത ഫൈനൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മേ ബി ഡിലീറ്റ് ആവാനുള്ള സാധ്യത, അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇതൊക്കെ ഡിലീറ്റ് ആവണമെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിലവിൽ ചലഞ്ചിങ്ങിൻ്റെ ടൈം കഴിഞ്ഞു. ചലഞ്ച് ചെയ്യുന്നതും കൂടി ഇതിനകത്തൊരു വലിയൊരു ഫാക്ടറാണ്. സോ എന്തൊക്കെയായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നാഷണൽ വാട്ടർ വേസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് SCRTയിൽ ടേബിളായിട്ടുള്ള കാര്യമാണ്. NW4 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ B ആണ്, കാക്കനാട് ടു പുതുച്ചേരിയാണ്. പക്ഷേ പ്രൊഫഷണൽ കീ പ്രകാരം കൊടുത്തിരിക്കുന്ന ആൻസർ C, ബ്രാഹ്മണി ടു മഹാനദി. സോ ഇതിലൊരു ചേഞ്ച് വരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അടുത്ത ചോദ്യം ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നുള്ളതാണ്. ഇതൊരു മുൻകാല ചോദ്യമാണ്. മുൻപ് കൊടുത്തിട്ടുള്ള ആൻസറും ശരിയായിട്ടുള്ള ആൻസറും 3-ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളതാണ്. സോ അവിടെ ഒരു ആൻസർ ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. 16-ാമത്തെ ചോദ്യത്തിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ ശ്രേണിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ചെറിയ ഡൗട്ടുകൾ പറയുന്നുണ്ട്. സോ അത് എങ്ങനെയായിരിക്കും ഫൈനൽ കീയിൽ എഫക്റ്റ് ആവുക എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അടുത്തത് 17-ാമത് ക്വസ്റ്റ്യൻ. ഇതിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനും നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ്. സോ അവിടെ ഒരു ഡിലീഷനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? തന്നിരിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഉത്തരം ശരി തന്നെയാണ്. പക്ഷേ അവിടെ ലയനത്തിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് ലയനത്തിന് ശേഷം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരുന്നു മുൻപ് 2ാമത് വലിയ ബാങ്കായിട്ട് വന്നത്. സോ അതിൽ ആൻസർ ചേഞ്ച് വരുമോ, അതോ അങ്ങനെ തന്നെ വെക്കുമോ, അതോ ഡിലീറ്റ് ആയി പോവോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അടുത്തത് ലൈറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. പ്രകാശരശ്മി 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം അതെല്ലാവർക്കും അറിയാം, അത് പ്രകീർണനമാണ്. പക്ഷെ ആ പ്രകീർണനം ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ഈ ഒരു പ്രതിഭാസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറൊരു കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അപവർത്തനമാണ്. കാരണം SCRT ടെക്സ്റ്റ് ബുക്കിൽ, സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് പ്രകീർണനം സംഭവിക്കാൻ കാരണം അപവർത്തനം എന്നുള്ളതാണ്. സോ അത് വെച്ച് ചിലപ്പോൾ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ അപവർത്തനം ആൻസറായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ ഡിലീറ്റ് ചെയ്യാം. അടുത്തത് വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി, 69-ാമത് ചോദ്യം. ഇതിനകത്ത് നിലവിൽ അമെൻമെൻറ്റ് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിന് കാലാവധി തീരുമാനിക്കാമെന്നുള്ളതാണ്. പക്ഷേ എങ്കിലും നിലവിൽ 3 വർഷം 65 വയസ്സാണ്. ഇത് ആൻസർ ചേഞ്ച് ആവും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത ചോദ്യം 70-ാമത്തെ, ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? ഈ ചോദ്യത്തിൽ മിസ്റ്റേക്ക് പറയാൻ കാരണം ഇതിൽ ഓപ്ഷൻ B കൊടുത്തിരിക്കുന്നതിൽ ഒരു ടൈപ്പിംഗ് എറർ ഉണ്ട്. കാരണം ആ B എന്നുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ട് അവിടെ വന്നിട്ടുണ്ട്. സോ എറർ ഉള്ളതുകൊണ്ട് മേ ബി ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിലവിൽ ഡിലീഷനോ അല്ലെങ്കിൽ ആൻസർ ചേഞ്ചിനോ സാധ്യത ഉള്ളത്. പക്ഷേ നമ്മൾ വിചാരിക്കാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആവാനോ ആൻസർ ചേഞ്ച് ആവാനോ ഒക്കെ സാധ്യത ഉണ്ട്. സോ എന്താവും എന്നുള്ളത് ഫൈനൽ കീ വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ഫൈനൽ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.